ഓം വനമാലി ഗദീശാംഗി ശംഖീ ചക്രീ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷതു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വളരെ നാളുകളായി നിത്യവും മുടങ്ങാതെ രാവിലെ 8:30 മുതൽ ഓരോ ദിവസവും കൂടുന്ന ആളുകൾ ഒന്നിച്ച് 3 ആവർത്തി വീതം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തു വരുന്നു. ക്ഷേത്രത്തിൻ്റെ ചൈതന്യ അഭിവൃദ്ധിക്കും ദേശവാസികളുടെ ക്ഷേമത്തിനും മൊത്തത്തിൽ ലോകത്തിൻ്റെ തന്നെ സമാധാനത്തിനും ഐശ്വര്യത്തിനും ഓരോ വ്യക്തികളുടെയും നന്മയ്ക്കുമായിട്ടാണ് ഈ ഒരു പരിപാടി പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രിവര്യനും മറ്റാചാര്യന്മാരും രാജകുടുംബാംഗങ്ങളും ശ്രീ പത്മനാഭ ഭക്തമണ്ഡലി എന്നുള്ള അവിടെയുള്ള സേവാ സംഘവും എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു പരിപാടി ആരംഭിച്ച് നടത്തി വരുന്നത്. ആയതിൻ്റെ ആദ്യഘട്ട സമർപ്പണം അതിവിപുലമായൊരു പരിപാടിയായി ഈ വരുന്ന ചിങ്ങം 2 ഓഗസ്റ്റ് 18 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ ചുരുങ്ങിയത് 2000 പേരെയെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് 6 ആവർത്തി വിഷ്ണു സഹസ്രനാമം എല്ലാവരും കൂടി ഒന്നിച്ച് ചൊല്ലിക്കൊണ്ട്, അപ്പം അങ്ങനെയാവുമ്പോൾ 2000 പേര് 6 ആവർത്തിയാവുമ്പോൾ 12000 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ചൊല്ലിയ ഫലമായി ഓരോ പ്രാവശ്യം ഒരാൾ ചൊല്ലുന്നത് 1000 നാമങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ 1,20,00,000 നാമങ്ങൾ ഒരേ ദിവസം തന്നെ അവിടെ ഉച്ചരിക്കപ്പെടുന്നു. അങ്ങനെയുള്ളൊരു മഹത്തായ യജ്ഞത്തോടെ ഈ ഒരു പരിപാടിയുടെ ആദ്യഘട്ട സമർപ്പണം നടക്കുകയാണ്. അതിലേക്ക് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ വിശിഷ്ട വ്യക്തികളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ആളുകളെ അറിയിക്കാനുള്ളതായിട്ടുള്ള സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. ഞായറാഴ്ച അവിടെ നടക്കുന്ന പരിപാടിയിലേക്ക് പാലക്കാട് നിന്ന് അവിടെ എത്തി അതിൽ ചേരാനായിക്കൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളും പരമാവധി ആളുകൾ ഇത് കേൾക്കുന്നവർ അവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഗേയം ഗീതാ നാമസഹസ്രം ധ്യേയം ശ്രീപതി രൂപമജസ്രം എന്നിങ്ങനെ ആചാര്യ ഭഗവത്പാദർ തന്റെ ഭഗവത്ഗീതയിൽ സഹസ്രനാമത്തെക്കുറിച്ച് വിശേഷമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ഗാനം ചെയ്യപ്പെടേണ്ടതാണ്, നിത്യവും ഗാനം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ എല്ലാ ആചാര്യന്മാരും ആവർത്തിച്ച് നമ്മളോട് ഉപദേശിക്കുന്നു ഈ സഹസ്രനാമത്തിന്റെ മാഹാത്മ്യം. ഭീഷ്മപിതാമഹൻ എല്ലാ അറിവിന്റെയും നിറകുടമാണ്, സകല ശാസ്ത്രങ്ങളുടെയും കലവറയാണ്. അദ്ദേഹത്തോടാണ് ശരശയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ യുധിഷ്ഠിരൻ ചോദ്യം ചെയ്യുന്നത്, ഏതൊരു ദൈവത്തെയാണോ ലോകത്തിൽ പരായണമായിട്ട് ഭജിക്കേണ്ടത്
ആരെയാണ് സ്തുതിക്കേണ്ടത്, ആരെയാണ് അർച്ചിക്കേണ്ടത്? അങ്ങനെയായാൽ മനുഷ്യർ ശുഭത്തെ പ്രാപിക്കും, നന്മയെ പ്രാപിക്കും എന്ന് ചോദിക്കുന്നതിന് മറുപടിയായിട്ടാണ് ഭീഷ്മ പിതാമഹൻ ഈ വിഷ്ണു സഹസ്രനാമം പറയുന്നതിന് മുമ്പേ തന്നെ അതിന്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനാദിനിധനം വിഷ്ണു സർവലോക മഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദികോ ഭവേത്. ആദിയും അന്തവുമില്ലാത്തവനായ സർവവ്യാപിയായ സർവലോകത്തിന്റെയും മഹേശ്വരനായ ലോകാധ്യക്ഷനായ ആ ഭഗവാനെ വിഷ്ണുവിനെ നിത്യം സ്തുതിച്ചുകൊണ്ട് ഒരു നരൻ സർവദുഃഖാധികനായി ഭവിക്കുന്നു, എല്ലാ ദുഃഖങ്ങളെയും അതിക്രമിച്ചവനായി ഭവിക്കുന്നു. ഏഷമേ സർവധർമാണാം ധർമ്മോ അധികതമോ മതഃ യത് ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്തവൈരാക്ഷേ നരസത്. എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും അധികതമമായിട്ടുള്ള ധർമ്മമാണ് ഭക്തിപൂർവം ഈ താമരക്കണ്ണനായ ഭഗവാനെ സ്തുതികളെ കൊണ്ട് അർച്ചിക്കുക എന്നുള്ളത്. ഇതിൽ പരം ശ്രേയസ്കരമായിട്ടുള്ളൊരു പ്രവൃത്തി വേറെയില്ല. എല്ലാറ്റിലും വെച്ച് മംഗളകരമായിട്ടുള്ളതും പവിത്രമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു കർത്തവ്യമാണ്, ധർമ്മമാണ് ഭഗവാനെ സ്തുതിക്കുക. അതിന് ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞ് ആ സർവജ്ഞനായ ഭീഷ്മ പിതാമഹന്റെ ശരശയിൽ കിടന്നുകൊണ്ടുള്ള ഏകദേശം അവസാന വാക്കുകളാണ് ഈ വിഷ്ണു സഹസ്രനാമം. ഇത് ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം വിഷ്ണു ലോകം പ്രാപിക്കുന്നത്, ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത്യന്തം മഹത്വമേറിയ ഈ വിഷ്ണു സഹസ്രനാമം ഈ കലിയുഗത്തിൽ കഴിഞ്ഞ 5000 വർഷത്തോളമായി അത് ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുന്നു. എത്രയോ ഭക്തജനങ്ങൾ നിത്യേന പാരായണം ചെയ്യുന്നു. ഈ ഒരു സഹസ്രനാമം അനേകം ആളുകൾ സാക്ഷാൽ ശ്രീപത്മനാഭസ്വാമിയുടെ സന്നിധിയിൽ വെച്ച് ഒന്നിച്ച് ഒരേ മനസ്സോടെ ഭക്തിയോടെ പ്രാർത്ഥനാപൂർവം ആലപിക്കുമ്പോൾ അതിന്റെ ശക്തി അത് അനന്തമാണ്, അക്ഷയ്യമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ബലം അത് നമുക്ക് ചിന്തിക്കാനാവാത്തതാണ്. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദേശത്തിനും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും മൊത്തവും ക്ഷേമകരമായി ഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇന്ന് കടന്നു പോകുന്നതായിട്ടുള്ള പല സംഘർഷങ്ങളും കാലുഷ്യങ്ങളും കാണുന്നുണ്ട് ലോകം മുഴുവൻ. ഇതിനെല്ലാം ശാന്തി ഉണ്ടാവാനും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നെല്ലാം നിവർത്തിക്കായിക്കൊണ്ടും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനായിക്കൊണ്ടും നിത്യേന നിങ്ങൾ ഓരോരുത്തരും ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതാണ്. അതിലേക്കുള്ള ഒരു പ്രചോദനമായിട്ടുള്ളൊരു പരിപാടിയായി ഇതിനെ കാണണം. എല്ലാവരും 18-ാം തീയതി ഞായറാഴ്ച ശ്രീ പത്മനാഭസ്വാമി സന്നിധിയിലേക്ക് വരിക, ഇതിൽ പങ്കാളികളാവുക, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുക. ഹരി ഓം, ഹരി ഓം.